ബീക്കൺ ലൈറ്റും സൈറണും മുഴക്കി ആംബുലൻസ് വരുന്നത് കാണുമ്പോൾ എല്ലാവരും വഴിമാറി കൊടുക്കാറില്ലേ? സാധാരണ പോലീസ് പോലും ആ വാഹനം പരിശോധിക്കാറില്ല. എന്നാൽ ഇക്കാലത്ത് ആംബുലൻസുകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടി വരും. കാരണം ലഹരിക്കടത്തിനും നിയമവിരുദ്ധ ഇടപാടുകൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനിൽ ആദ്യം പിടികൂടിയത് ആംബുലൻസിലെ ലഹരിക്കടത്താണ്. ബീക്കൺ ലൈറ്റ് ഇട്ട് വന്ന ആംബുലൻസ് പരിശോധിച്ച പോലീസിന് ലഭിച്ചത് MDMA. തൃശൂർ ഡാൻസാഫും ഹൈവേ പോലീസും ചേർന്നായിരുന്നു പരിശോധന. 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദശ്മുഖിന് വന്ന ഫോൺ കോളിൽ നിന്നാണ് ആംബുലൻസിൽ ലഹരി മരുന്ന് കടത്തുന്നുവെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് പോലീസ് വാഹന പരിശോധന തുടങ്ങുകയായിരുന്നു. തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്നായിരുന്നു പരിശോധന. ബീക്കൺ ലൈറ്റ് ഇട്ടായിരുന്നു ആംബുലൻസിന്റെ വരവ്. വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്ത്, സന്ദീപ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന ആംബുലൻസാണ് സംശയാസ്പദമായി എത്തിയത്. ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ വാഹനത്തിനുള്ളിൽ രോഗിയില്ലായിരുന്നു. രോഗിയില്ലാതെ ബീക്കൺ ലൈറ്റ് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഫെയ്ത്തും സന്ദീപും പരുങ്ങി. മൃതദേഹവുമായി ബംഗളൂരുവിൽ പോയിരുന്നതാണെന്നായിരുന്നു മറുപടി. എന്നാൽ മരിച്ചയാളുടെ പേരുവിവരങ്ങളും ഏത് ആശുപത്രിയിലാണ് പോയതെന്നും പോലീസ് ചോദിച്ചതോടെ പ്രതികൾ കുടുങ്ങി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഡ്രൈവറുടെ ക്യാബിന്റെ മുകളിൽ മാറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 250 ഗ്രാമിലധികം MDMA കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ വാണിയംപാറയിൽ നടത്തിയ പരിശോധനയിലാണ് 2 പേർ കസ്റ്റഡിയിലായത്. ബീക്കൺ ലൈറ്റ് ഇട്ട് വന്ന ആംബുലൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.